ലൈറ്റ് ഒന്ന് ഓണാക്കി. ലൈസ് ഗിയർ ഉണ്ടല്ലോ, ഗിയർ സ്വിഫ്റ്റ് ആവുള്ള കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സച്ചസ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കിടുക്കാച്ചി വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ബസ് കേസ് ഉണ്ടാക്കിയൊരു ബസ്. അതായത് നമ്മളെ ചങ്ങായി അമിതായിട്ട് ഉണ്ടാക്കിയ ഒരു കിഡിലം പ്രൈവറ്റ് ബസ്സാണ്. ഒന്നല്ല, ബാക്കി 4 എണ്ണം, മൊത്തം 4 ബസ് നമുക്ക് കാണാനുണ്ട്. അതായത് നമ്മളെ ടൂറിസ്റ്റ് ബസ് ഉണ്ട്, ഫുൾ ലൈറ്റ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ബസ്സാണ് അല്ലേ അമിതായിട്ടുണ്ടാക്കിയ കുറേ ബസ് നമുക്ക് കാണാനുണ്ട്. അതൊക്കെ ഇന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണെന്ന്. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ബസ് തന്നെ ഫുൾ ലൈറ്റ് ആട്ടോ, ഇവിടെ മുകളിലൊക്കെ ലൈറ്റ് ആട്ടോ, ബസ്സിൻ്റെ ഒരു തണ്ടറാട്ടോ. അപ്പോൾ 3 ബസ് ഇനിയും കാണാണ്ട്, ഒരു ലോറിയും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. പരമാവധി എല്ലായിടത്തേക്ക് എത്തിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ അമിതേട്ടൻ്റെ ബസ് ഉണ്ടാക്കിയ വീഡിയോ എല്ലായിടത്തേക്കും എത്തിച്ചു കൊടുക്കുക, പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ അമിതേട്ടൻ ഉണ്ടാക്കിയ ബസ്സുകൾ കേട്ടോ. അതായത് ഒരു ലോറി ഉണ്ട്, പിന്നെ പിക്സൽ നെയിം ബോർഡൊക്കെ ഫുൾ വർക്കിംഗ് ആട്ടോ, ലൈറ്റ് ഫിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരു പ്രൈവറ്റ് 2 ടൂറിസ്റ്റ് ബസ്സുമാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ലോറിനെ പറ്റി ഫുൾ അമിതേട്ടനോട് ചോദിച്ചറിയാം. ഇതാണ് നമ്മളെ ലോറി കേട്ടോ, കണ്ടില്ലേ, നല്ല അടിപൊളി ലോറിയാണ്. കണ്ടില്ലേ, നമ്മൾ ഈ ഡീസൽ ടാങ്കിൻ്റെ ഭാഗം നോക്കി റെഡി നമ്മൾ ലോറിയിൽ എങ്ങനെയാണോ അതേമാതിരിയാണ് ഇവിടെ സെറ്റ് ചെയ്തെടുത്തത്. പിന്നെ ഉള്ളുഭാഗം നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ ഉള്ളുഭാഗമൊക്കെ ഒന്ന് കാണാം, വൈപ്പറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല ക്ലാരിറ്റിയിൽ ചെയ്തെടുത്തിരിക്കണം അമിതേട്ടൻ. ഓക്കെ, കണ്ടില്ലേ. പിന്നെ പറയുകയാണെങ്കിൽ നമ്മളെ ലോറിൻ്റെ ഡോറൊക്കെ ഓപ്പൺ ആട്ടോ, ആ ഡോറൊക്കെ കണ്ടില്ലേ ഫുൾ സെറ്റാണ്. സീറ്റൊക്കെ കണ്ടില്ലേ, സീറ്റൊക്കെ ഒരു ലോറി എങ്ങനെയാണോ അതേ ഒരു ക്ലാരിറ്റിയാണ് നമ്മളെ ലോറി ഉണ്ടാക്കിയെടുത്തത്. സ്റ്റെപ്നി ടയർ കേട്ടോ, സ്റ്റെപ്നി ടയറൊക്കെ ഊരാൻ കഴിയും അവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് സ്റ്റെപ്നി ടയർ വേണമെങ്കിൽ എടുക്കാം. കണ്ടില്ലേ, അജാതി ക്ലാരിറ്റിയിലാണ് നമ്മളെ ലോറി ചെയ്തിരിക്കുന്നത്. പിന്നെ കണ്ടില്ലേ, നമ്മൾ ലോറിൻ്റെ ബാക്കിൽ ഇതൊക്കെ ഓപ്പൺ ആവും കേട്ടോ. നമ്മളെ ഈ സംഭവം കണ്ടില്ലേ, ഇതൊക്കെ എന്ത് വെച്ചിട്ട് അമിതേട്ടൻ സെറ്റ് ചെയ്ത് കമ്പി വെച്ച് റീഫില്ലറിൻ്റെ ഉള്ളിൽ കമ്പി കയറ്റിയിട്ട് റീഫില്ലറിനുള്ളിൽ കമ്പി കയറ്റി സെറ്റ് ചെയ്തൊരു സംഭവം കേട്ടോ. അത് ബാക്കത്തെ ഒരു തുറക്കുന്ന സംഭവം ഊരി മാറ്റാം. ഊരിനൊക്കെ കാണിച്ചതേ നല്ല വൃത്തിക്ക് ചെയ്തതാണ്. ഓക്കെ, അതാ ഊരി മാറ്റുന്നത് കാണിച്ചത്. കണ്ടില്ലേ, സിമ്പിളായിട്ട് ചെയ്തെടുത്താൽ കണ്ടില്ലേ, സിമ്പിളായിട്ട് ഊരിയെടുക്കുക. കണ്ടില്ലേ, ഒരു കമ്പിമേലാണ് നമ്മളെ ഈ സംഭവം നിന്നത് കേട്ടോ. അത്രയും ക്ലാരിറ്റിയിലാണ് നമ്മളെ അമിതേട്ടൻ വർക്ക് ചെയ്തത്. ഓക്കെ, നമ്മളെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ലൈറ്റൊക്കെ നിങ്ങൾക്ക് കാണാം, ഞാൻ കാണിച്ചുതരാം സൂം ചെയ്തിട്ട്. കണ്ടില്ലേ, ലൈറ്റൊക്കെ അപ്പടി ആക്കി വെച്ചാണ്, നമ്പർ ബോർഡ് ഒക്കെ സെറ്റാണ്. ഇപ്പോൾ നമ്മൾ അമിതേട്ടന് ഇതിൻ്റെ അടിഭാഗങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചുതരാം. ഇതിൻ്റെ അടിഭാഗം കാണിച്ചു കേട്ടോ, അവിടെ വെച്ചോളി നല്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അടിഭാഗം കേട്ടോ. അമിതേട്ടാ ഇത് കാര്യങ്ങളൊന്ന് പറയും. ഇത് വണ്ടിക്ക് ഒരു റിയർ ആംപ് ഉണ്ട്, അതേമാതിരി സൈലൻസറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോ. ടാങ്ക് സ്റ്റെപ്നി നമുക്ക് ഊരാറ്റു, സ്റ്റെപ്നിയൊക്കെ ഊരാട്ടോ. അതൊന്ന് കാണിച്ചു തരുന്നാൽ സ്റ്റെപ്നിയൊക്കെ ഊരാൻ പറ്റിയ ഒരു വിധത്തിലാണ് നമ്മൾ അമിതേട്ടൻ ചെയ്തെടുത്ത്. കണ്ടില്ലേ സ്റ്റെപ്നി നമുക്ക് ഊരാ, ടയർ ഊരാ, ഓയിൽ ടാങ്ക് എയർ ടാങ്ക് ഉണ്ട്. ഓക്കെ, ചേസ് ഉണ്ട്. ലൈറ്റ് എത്തുമോ? ലൈറ്റ് ഉണ്ട്, ഒരു ക്യാബിൻ മാത്രം വൈറ്റ് ലൈറ്റ്. ആ വൈറ്റ് ലൈറ്റ് ഞാൻ അങ്ങോട്ടൊന്ന് കത്തിച്ച് കാണിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടീൻ്റെ മുൻഭാഗം കേട്ടോ. ഇനി ഇത് ലൈറ്റ് കത്തിച്ച് കാണിച്ചു തരാം. ഈ വണ്ടീൻ്റെ ഉള്ളിൽ ലൈറ്റ് കത്തു, അപ്പോൾ നമുക്ക് ലൈറ്റ് കത്തിച്ച് കാണിച്ചു തരാം. ഓക്കെ, ആ ലൈറ്റ് ഒന്ന് കത്തിച്ച് കാണിച്ചു കൊടുക്കാം. അതിൽ വയറുണ്ട്, വയറുമ്മൽ നമ്മളെ ബാറ്ററി. ഓ ഗൈസ് കണ്ടില്ലേ, റെഡ് ക്ലാരിറ്റി ലൈറ്റ്. ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് നോക്കിന്നോളി. ഓക്കെ, ലൈറ്റ് ഒന്ന് ഓണാക്കി. ഇത് ലൈസ് ഏതാ സാധനം കണ്ടില്ലേ, സ്റ്റയറിങ് കാര്യങ്ങളൊക്കെ അത് വൃത്തി ക്ലാരിറ്റി സംഭവം കേട്ടോ. കണ്ടില്ലേ, ഓക്കെ, ഗിയർ നോക്കുകയാണെങ്കിൽ പാട്ടിൻ്റെ പെട്ടിയൊക്കെ ഉണ്ട് ഉള്ളിൽ. ഓക്കെ, അപ്പോൾ നമ്മളെ ലൈറ്റ് ഇതാണ് ഐറ്റം, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അമിതേട്ടൻ്റെ ഐറ്റം. നമ്മളെ അനിയനും ഇവിടെ ഉണ്ട് കേട്ടോ. ബാക്കി 3 നമുക്ക് ഇനിയും കാണാണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ലോറിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. കണ്ടില്ലേ, വിശദമായിട്ടെല്ലാം അമിതേട്ടൻ പറഞ്ഞു തന്നല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വണ്ടികളൊക്കെ വേണമെങ്കിൽ അമിതേട്ടനുമായിട്ട് കോൺടാക്ട് ചെയ്യട്ടോ. ഞാൻ നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഏത് വണ്ടിയാണോ വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അമിതേട്ടനെ കോൺടാക്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഏതെങ്കിലും വണ്ടി ഇതാ നോക്കി, അങ്ങനത്തെ പ്രൈവറ്റ് ബസ്സോ ടൂറിസ്റ്റോ ഏതോ ഫുൾ സെറ്റപ്പ് ഏതാണെന്ന് പറഞ്ഞാൽ, ട്രാവലറോ ഏതാണെന്ന് പറഞ്ഞാൽ നമ്മൾ അമിതേട്ടൻ ഉണ്ടാക്കി തരും. അപ്പോൾ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും നമ്മളെ അമിതേട്ടനെ ഒന്ന് എന്താ പറയുക, നല്ല എന്താ കോൺടാക്ട് ചെയ്യുക, നമ്മളെ ബസ്സൊക്കെ ഉണ്ടാക്കാനുള്ള ബുക്കിങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പരമാവധി എല്ലായിടത്തേക്കും എത്തി. അപ്പോൾ ഇതാണ് നമ്മളെ ലോറി, കണ്ടില്ലേ. അപ്പോൾ ഇതിനെ പറ്റി ഏകദേശം ഫുൾ നമ്മൾ കണ്ടല്ലോ, കണ്ടില്ലേ, നല്ല അടിപൊളി ഒരു ലോറിക്ക് എങ്ങനെയാണോ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അതേമാതിരി ഡോറൊക്കെ തുറക്കും, ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ലോറി. അപ്പോൾ നമുക്ക് ഇതിനി മെല്ലെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത വണ്ടിയിലേക്ക് പോട്ടോ. അടുത്തായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രൈവറ്റ് ബസ്സാട്ടോ. അതായത് തണ്ടറിന് ഇതൊരു പ്രൈവറ്റ് ബസ്സാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷത്തിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൈവറ്റ് ബസ് കേട്ടോ. നമ്മളൊരു പ്രൈവറ്റ് ബസ്സിൻ്റെ പെയിൻറ്റും കാര്യങ്ങളും എങ്ങനെയാണോ അതേമാതിരിയാണ് ഇത് ചെയ്തത്. ഇതിൻ്റെ ബാക്കൊക്കെ നോക്കി, നമ്മളൊരു പ്രൈവറ്റ് ബസ് എങ്ങനെയാണ് അത് തന്നെ സംഭവം. സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇത് ലൈറ്റ് കത്തും അല്ലേ അമിത്തേട്ടാ ഇത് ലൈറ്റ് ഇവിടെ ലൈറ്റ് കത്തുമോ പേര് പിക്സൽ നെയിം ബോർഡ് ഉണ്ട്. പിക്സൽ നെയിം ബോർഡ് ലൈറ്റ് കത്തു എന്നാ ഒന്ന് കാണിച്ചു കൊടുക്കുമോ ലൈറ്റ് കത്തുന്നത് പിക്സൽ നെയിം ബോർഡ് ലൈറ്റ് കത്തും കേട്ടോ അതായത് ഡിഫറെൻറ്റ് കളേഴ്സ് ലൈറ്റ് കത്തും അപ്പോൾ നമുക്ക് ഇപ്പം കാണാം ഓക്കെ നമ്മൾ എന്തായാലും ഇതിൻ്റെ പേരെന്ത് പിക്സൽ നെയിം ബോർഡ് ഇപ്പം കത്തുന്ന നിങ്ങൾക്ക് കാണാം അതൊന്ന് ഓണാക്കി ലൈറ്റ് ഒന്ന് ഓണാക്കി തണ്ടർ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ലൈറ്റിൻ്റെ പിക്സൽ നെയിം ബോർഡിൻ്റെ ആ ഒരു സെക്ഷൻ കേട്ടോ അടിപൊളിയാണ് ഓക്കെ ഇതാണ് പിക്സൽ നെയിം ബോർഡിൻ്റെ ആ ഭാഗം പിന്നെ നമ്മളെ പ്രൈവറ്റ് ബസ്സിൻ്റെ ഡോർ ഓപ്പൺ ആട്ടോ ഡോറൊന്ന് തുറന്ന് കാണിച്ചു കൊടുക്ക് അമിതേട്ടാ ഒന്ന് തുറക്കി ഡോറൊന്ന് തുറന്ന് കാണിച്ചു തരാം ഓക്കെ കണ്ടില്ലേ അപ്പോൾ നമ്മളെ ഡോറ് തുറന്ന് സ്റ്റെപ്പും കാര്യങ്ങളും നോക്കി ആ ബസ്സിൽ ഉള്ള ബസ്സിൻ്റെ ആ സംഭവത്തിൻ്റെ പേരെന്താ സ്റ്റെപ്പിൻ്റെ ആ ഫിലമെന്റിന്റെ പേര് എനിക്കില്ല അലൂമിനിയം ഷീറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ അതേമാതിരി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടില്ലേ ഏതാ നോക്കി കണ്ടില്ലേ സീറ്റ് ഉണ്ട് കേട്ടോ സീറ്റ് ഞാൻ കാണിച്ചു തരാം സീറ്റ് കണ്ടില്ലേ നമ്മളെ ബസ്സിലുള്ള മാതിരി തന്നെ സീറ്റൊക്കെ അടിപൊളിയായിട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിന്റെ മോൾ ഭാഗം ലൈറ്റ് എത്താം ചേട്ടാ എന്നാ മോളിൽ ഒന്ന് കത്തി ഞാൻ ശരി ഡോർ അങ്ങനെ കട്ടെ നമ്മളെ ആൾക്കാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ മോൾ ഭാഗം ലൈറ്റ് കത്തിച്ച് അപ്പം കാണിച്ചു കേട്ടോ ഗൈസ് അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഇപ്പോൾ വരും കേട്ടോ അപ്പോൾ ഞാൻ വേറെ കാര്യം വെച്ചാൽ ഈ ഡോർ ഓപ്പൺ ആവും ഈ ഡോറും തുറക്കും കേട്ടോ കണ്ടില്ലേ ഓക്കെ പിന്നെ സ്റ്റെയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു കേട്ടോ റൊട്ടേറ്റ് അല്ല സ്റ്റെയറിങ് എന്ത് വെച്ച് ചെയ്താ അത് 4x വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ ഓണിൻ്റെ ഭാഗം നോക്കി കണ്ടില്ലേ ബസ്സിലുള്ള മാതിരി ചെയ്തിരിക്കുന്നു കേട്ടോ ഗിയർ സ്വിഫ്റ്റബിൾ കണ്ടില്ലേ ആ ഗിയർ ഒന്നുകൂടി കാണിച്ചു കൊടുക്കി ഗിയർ കണ്ടില്ലേ ഗിയർ സ്വിഫ്റ്റബിൾ ആട്ടോ ഇൻഡിക്കേറ്ററിൻ്റെ സംഭവം ഒക്കെ ഉണ്ട് അടിപൊളിയാണ് കേട്ടോ ഓക്കെ ഞാൻ ലൈറ്റ് ഒന്ന് ഇടുമോ ലൈറ്റ് ഒന്ന് കത്തിച്ച് ലൈറ്റ് ഓൺ ആക്കിയപ്പോൾ നമ്മളെ വണ്ടി അടിപൊളി അയക്കുന്നു ഓക്കെ അതുകൊണ്ടില്ല ലൈറ്റ് ഓൺ ആയപ്പോൾ ഓക്കെ അപ്പോൾ ഇതാ നമ്മളെ മുന്നത്തെ ഒരു ഭാഗം അമിതേട്ടാ ഇത് നിങ്ങൾ ആദ്യം ഇങ്ങനെ വരച്ച് ചെയ്യുന്ന എന്ന് പറഞ്ഞു കൊടുക്കുക ഈ മുന്നത്തെ ഫ്രണ്ട് ഭാഗം കൗള് ചെയ്യുന്ന 4x ഷീറ്റ് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് സെറ്റ് അപ്പോൾ ഈ സൈഡൊക്കെ നമ്മളിങ്ങനെ ഇതാക്കി 4x ഷീറ്റ് ചെയ്യുമ്പോൾ തന്നെ വളയ്ക്കാൻ പറ്റുന്ന പോർഷൻ വെച്ചിട്ടാണ് ചെയ്യാം അങ്ങനെ വളച്ച് റെഡിയാക്കുന്നത് ഓക്കെ അപ്പോൾ അത് ഏതായാലും നല്ല അടിപൊളി ചെയ്ത് ഇതൊക്കെ പെയിന്റാ അല്ലെങ്കിൽ പെയിന്റ് ചെയ്താട്ടോ എനാമൽ പെയിന്റ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ ബസ്സിന്റെ ബാക്ക് ഭാഗം എന്ന് പറയുന്നത് ഇതെങ്ങനെ അമിതേട്ടാ ബാക്ക് ഭാഗം ഈ ലൈറ്റും കാര്യങ്ങളും ഇത് എന്താ സംഭവം ലൈറ്റ് എന്ന് വെച്ചാൽ മുത്താണ് മുത്ത് ബഡ് വെച്ച് ചെയ്ത സാധനമാണ് കളർ വെക്കുന്നതിനെ കൊണ്ട് അങ്ങനെ അത് വർക്കിംഗ് അല്ലല്ലോ വർക്കിംഗ് അല്ല പക്ഷെ നമുക്ക് വർക്കിംഗ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ബുക്കിംഗ് വന്നിണോ ബസ് വേറെ ഉണ്ടാക്കാൻ അതിന്റെ വർക്കിംഗ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതാ ഇവിടെ ലൈറ്റും ഇതോ ഇത് 4x അല്ല ഈർക്കിളാണ് ഈർക്കിൾ വെച്ചു പക്ഷേ ഈർക്കിളാണ് തോന്നിയേ അല്ല കേട്ടോ പെയിന്റ് അടിച്ച് സെറ്റാക്കി ഓക്കെ അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ബസ്സിൻ്റെ കാര്യങ്ങൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഫുള്ളൊക്കെ ലൈറ്റും ഫിറ്റിങ്ങും കാര്യങ്ങളാണ് അത്യാവശ്യം നല്ല കാനുണ്ട് കേട്ടോ നമ്മളെ പ്രൈവറ്റ് ബസ് അപ്പോൾ ഇതാണ് നമ്മളെ പ്രൈവറ്റ് ബസ് കേട്ടോ ഓക്കെ അപ്പോൾ പ്രൈവറ്റ് ബസ്സിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മൾ അമിതേട്ടൻ ഉണ്ടാക്കിയ പ്രൈവറ്റ് ബസ്സാട്ടോ അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ബസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്കും ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടൂറിസ്റ്റ് ബസ്സിലേക്ക് പോകാം നമ്മൾ പരിചയം പോകുന്നത് ടൂറിസ്റ്റ് ബസ്സാണ് തണ്ടറിൻ്റെ ടൂറിസ്റ്റ് ബസ്സാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഏതെടുക്കുക ഇക്കോ വേഗം പോയിക്കോ നമുക്ക് ഇതെടുക്കാം ഓക്കെ അപ്പോൾ ഇതാദ്യം ഒന്ന് നമുക്ക് പരിചയപ്പെടാം കേട്ടോ ഉണ്ടല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഈ തണ്ടർ അമിതേട്ട ഇത് ഏതാ മോഡല് ബസ് BMR ബോസ് ഓക്കെ തണ്ടർ അല്ലേ ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തെടുത്ത് ഈ ലൈറ്റിൻ്റെ ഉള്ളിൽ ലൈറ്റ് വെച്ചിട്ട് അല്ലേ ലൈറ്റ് വെച്ചിട്ട് ഓക്കെ അപ്പോൾ ഈ ഗ്ലാസും കാര്യങ്ങളും മറ്റേ HP സീറ്റ് ഓക്കെ അപ്പോൾ RDX എന്നൊക്കെ മുന്നിൽ എഴുതിയിരിക്കുന്നത് ഓക്കെ റിവെഞ്ച് മേക്കർ ഓക്കെ അപ്പോൾ ഇതാണ് ബസ്സിൻ്റെ ഒരു സൈഡത്തെ ഒരു വ്യൂ കേട്ടോ ഓക്കെ അടിപൊളി പക്കാ ക്ലാരിറ്റി ആട്ടോ ഓക്കെ നമ്മൾ AC ബസ്സിൻ്റെ ഒരു നമുക്കൊരു ഫീല് തോന്നും കേട്ടോ പിന്നെ ബസ്സിൻ്റെ സൈഡിൽ മറ്റേ സേഫ്റ്റി ഡോർ ഇല്ല എന്ന് വെച്ചാൽ എമർജൻസി എക്സിറ്റ് ഡോറ് അതൊക്കെ ആ ഒരു ക്ലാരിറ്റിയിൽ ചെയ്തെടുത്തിരിക്കുന്നത് നമ്മളെ അമിതേട്ടൻ അപ്പോൾ നമ്മൾ ഈ പിക്സൽ നെയിം ബോർഡ് ഞങ്ങൾക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം ഈ പിക്സൽ നെയിം ബോർഡ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചാൽ ചോദിച്ചു അത് തന്നെ അവിടെ നമ്മളെ കട്ടുകായിട്ട് വെച്ച് കണ്ടില്ലേ ഏതാ സാധനം നോക്കി അപ്പോൾ പിക്സൽ നെയിം ബോർഡൊക്കെ ഫുൾ സെറ്റാട്ടോ ലൈറ്റ് കണ്ടില്ലേ പിന്നെ മുൻഭാഗമൊക്കെ അമിതേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ ഫോം ഷീറ്റിൽ കട്ട് ചെയ്ത് ചെയ്യുന്നതാണെന്ന് ഓക്കെ അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ഞങ്ങൾക്ക് കാണിച്ചില്ല സ്റ്റെയറിങ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അടിപൊളി ഇതിൻ്റെ ഗിയർ നിങ്ങൾ മറ്റേ തീപ്പെട്ടി വെച്ച് ചെയ്താലേ അതേ ഒരു ക്ലാരിറ്റിയിൽ സാധനം സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നു കേട്ടോ ബാക്കത്തെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് അതൊന്ന് കത്തി ബാക്കത്തെ ലൈറ്റ് ഒന്ന് കൊടുക്കും അത് തന്നെ കൊടുത്തോ ഗൈസ് കണ്ടില്ലേ ബാക്ക് നല്ല അടിപൊളി 18+ അമിതേട്ടാ അതെന്താ സംഭവം
അത് പ്രയോറിറ്റി എന്നുള്ളൊരു ആ ആ ആ ആ ആ ഓക്കെ. പിന്നെ ഇവിടെ മറ്റേ കോണി ലാഡർ ഓപ്പൺ ആവൂലേ? ഓപ്പൺ ആവും. ഓ അത് പക്ക അയക്കുന്നു കേട്ടോ. ലഗേജ് സ്പേസ് അടിപൊളി അയക്കുന്നു കേട്ടോ. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുട്ടുസൂചി വളച്ച് സെറ്റ് ചെയ്തൊരു പിടി കേട്ടോ നമ്മളെ ലഗേജ് സ്പേസ്, ലഗേജ് വെക്കാനുള്ള സ്ഥലം. അപ്പോൾ നമ്മൾ ഇതിലെങ്ങനെ ബസ്സിൻ്റെ ഈ ഫ്രണ്ട് ഇവിടെ എന്താ പറയുക, ഡാഷ്ബോർഡിന് ചേർന്നിട്ട് ഇരിക്കുന്ന ഒരു ഭാഗത്ത്. ഓക്കെ, അവിടെ ഇപ്പോൾ ലൈറ്റ് കത്തു. അതൊന്ന് കൊടുക്ക്. ഇവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ, ഡാഷ്ബോർഡിൻ്റെ ഒരു ഭാഗം ലൈറ്റ് ഉണ്ട്. ഒന്ന് കൊടുക്ക്. ഓക്കെ, കണ്ടില്ലേ ഡാഷ്ബോർഡിൻ്റെ അവിടെ ലൈറ്റ് കണ്ടില്ലേ? ആ ഒരു പെർഫെക്ഷൻ ചേഞ്ചിങ് രണ്ടോ മൂന്നോ മോഡ് അതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ തണ്ടറിൻ്റെ ഫസ്റ്റത്തെ ടൂറിസ്റ്റ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഭാഗം അമിത്തേട്ടൻ എന്ന് പറഞ്ഞോട്ടെ. അമിത്തേട്ടൻ ഒന്ന് പറഞ്ഞോട്ടെ, ഇവിടെ ലൈറ്റ് ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഉണ്ട്. അപ്പോൾ പിക്സൽ ഒന്ന് ഓണാക്ക്. കണ്ടില്ലേ റണ്ണിങ് ലൈറ്റ് അല്ലേ? ഗൈസ് കണ്ടില്ലേ സൈഡിൽ കൂടെ. അത് നിങ്ങൾ എന്ത് ചെയ്ത് ആ ലൈറ്റ് എങ്ങനെ വാങ്ങുന്ന? സ്ട്രിപ്പാല്ലേ? കട്ട് ചെയ്ത് കയറ്റിയാണ്. ഓക്കെ, പകലായതുകൊണ്ട് അതിൻ്റെതായ ഒരു വിഷയമുണ്ട്. അത് പറഞ്ഞാൽ ശരി. നമ്മൾ പകലാണല്ലോ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അതിനെ കൊണ്ട് ആ ഒരു ഇത് കുറവുണ്ട് കേട്ടോ വെളിച്ചത്തിൻ്റെ. ഇത് ലൈറ്റ് ഫുള്ള് രാത്രിയാണെങ്കിൽ നല്ല വെളിച്ചം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ലൈറ്റിൻ്റെ ആ ഒരു ഭാഗം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ലൈറ്റ് കേട്ടോ, സൈഡിൽ കൂടെ ഉള്ള ലൈറ്റാണ്. ഓക്കെ, ഈ ഭാഗത്തും കത്തുണ്ടാവും. ടു സൈഡ് കണ്ടില്ലേ? രണ്ട് സൈഡും കത്തുണ്ട് കേട്ടോ. ഓക്കെ, രണ്ട് സൈഡും കത്തുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ ഡാഷ്ബോർഡ് നോക്കി. ഡാഷ്ബോർഡ് ഇല്ലേ സീറ്റ് വോൾവോട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഡാഷ്ബോർഡ് കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ഫസ്റ്റത്തെ ബസ്. അപ്പോൾ ഈ വണ്ടി ഇത് എത്രയാണെന്ന് പറഞ്ഞത്? 2013 മോഡൽ വണ്ടിയാണ്. 2014 വണ്ടി, 14 മോഡൽ വണ്ടി അല്ലേ? അപ്പോൾ നമുക്ക് ഇതേമാതിരി ഒരു ബസ് കൂടി കാണാണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാം അമ്മത്തേട്ടാ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം അല്ലേ? ഓക്കെ അല്ലേ? സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ബസ് കാണാം കേട്ടോ. ഈ ബസ് കാണാം. അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നമ്മൾ മുമ്പത്തെ ബസ് പറഞ്ഞില്ലേ, അതേ ഒരു എമർജൻസി ഡോർ ഉണ്ട്. അതേമാതിരി തന്നെ ടയറും കാര്യങ്ങളൊക്കെ ഫിനിഷിങ്ങിലാട്ടോ ചെയ്തെടുത്ത്. സൈഡിൽ കൂടെ ലൈറ്റ് ഉണ്ട്, കത്തൂലേ അമ്മത്തേട്ടാ? വാട്ടർ ഗ്ലാസ് ലൈറ്റ് അതും കത്തുന്നതാണ്. പിന്നെ മുമ്പ് തന്നെ തണ്ടർന്ന് എഴുതിക്കണേ ഇതും കത്തും. അപ്പോൾ നേരത്തെ ആ ഒരു ഇതിൽ തന്നെയാണ് ഡാഷ്ബോർഡും കാര്യങ്ങളും ഒക്കെ ചെയ്തെടുത്ത് കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ട് ഭാഗം കേട്ടോ, ഫ്രണ്ട് ഭാഗം. ഓക്കെ, നല്ല അടിപൊളി. ഇത് എനിക്ക് നല്ല ലൈക്ക് അടിച്ചിട്ടോ ഈ വണ്ടി, നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, നല്ല വൃത്തി സംഭവം. അടിയിൽ കമ്പി ഇത് എന്താ ചേട്ടാ? ഈ സിൽവർ പെയിന്റ് അടിച്ചിട്ട് ഓക്കെ. അപ്പോൾ അങ്ങനെ ഓക്കെ, അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തില്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ബാക്ക് ഭാഗം. ഇതിൻ്റെ ഇത് ഓപ്പൺ ആവില്ലേ? ഇതൊന്ന് തുറക്കി. ഡിക്കി ഓപ്പൺ ആണ് ഇല്ലല്ലോ. അപ്പോൾ ഡിക്കി ഇതാണ്, ഇതിൻ്റെ ഡിക്കും ഓപ്പണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഈർക്കിള ചെയ്താ അല്ലല്ലോ? അല്ലല്ല, അത് പക്ക ഫോറക്സ് തന്നെയാണ്. ഫോറക്സ് സീറ്റ് വെച്ച് ചെയ്താ കേട്ടോ. ബാക്ക് ഈ ഒരു എന്തായാലും ലാഡറും കാര്യങ്ങളും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ബസ്സിൻ്റെ മുമ്പത്തെ തണ്ടർന്ന് എഴുതിയ ഭാഗവും ഞാൻ നിങ്ങൾക്ക് ഒന്ന് ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അമിത്തേട്ടാ ഇതിൻ്റെ ഈ പിക്സൽ നെയിം ബോർഡ് ഒന്ന് കത്തിക്ക്, നമ്മളൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. പിക്സൽ നെയിം ബോർഡ് കത്തുന്ന നിങ്ങൾ കാണില്ല, നല്ല രസമുണ്ട് കേട്ടോ. ഈ LED മൊത്തമായിട്ട് വാങ്ങി വെക്കുന്നതല്ലേ? രണ്ട് തറ്റത്ത് മാത്രം. ഓക്കെ, പിക്സൽ നെയിം ബോർഡ് അടിപൊളിയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഉള്ളിൽ എന്തോ സെറ്റപ്പ് 40 ഡോട്ട് ലേസർ ഞങ്ങൾക്കൊന്ന് കാണിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് ഇതാ പറഞ്ഞത്? ബസ്സിൻ്റെ ഒന്ന് കത്തിക്ക്, ഒന്ന് കത്തിക്ക് കാണട്ടെ. ഇതാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞോട്ടി. 40 ഡോട്ട് ലേസർ കത്തിക്ക്. ഓക്കെ, അപ്പോൾ 40 ഡോട്ട് ലേസർ ആട്ടോ നമ്മളെ ബസ്സിലൊക്കെ ഉണ്ടാകുന്ന അതേ ഒരു സംഭവം തന്നെ. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ചെയ്താ? കാർബോർഡിൽ മറ്റേ തുളച്ച് ചെയ്താലേ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിരിക്കുന്നു കേട്ടോ. കണ്ടില്ലേ 40 ഡോട്ട് ലേസർ അടിപൊളിയാണ്. കണ്ടില്ലേ ഉള്ളിൽ കണ്ടില്ലേ കത്തുന്നത്? ഓക്കെ, അടിപൊളിയാണ്. സീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ 40 ഡോട്ട് ലേസർ കത്തുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ 40 ഡോട്ട് ലേസറാണിത്. ഓക്കെ, പിന്നെ തണ്ടർ എന്നുള്ള ഭാഗവും കത്തുണ്ട്. ഇത് സെറ്റ് ബസ്സാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ബസ്സിൻ്റെ ഒരു സൈഡ് വ്യൂ എന്ന് പറയുന്നത്. കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ. നല്ല അമിതേട്ടാ ഇതെന്താ ചെയ്തത്? ഇതൊന്ന് പറഞ്ഞു. ഈ സൈഡത്തെ ഈ ഒരു വയറാ? വയർ ഒട്ടിച്ചാട്ടോ. ഓക്കെ, പിന്നെ ബാക്കിൽ ഇവിടെ എന്തോ ലൈറ്റ് ഉണ്ട്. ബാക്കിലുണ്ട് എന്താ? ബാക്കിലൊരു എക്സ്ക്ലമേറ്ററി സൈൻ എന്ന് പറഞ്ഞിട്ട് അതൊന്ന് കത്തിക്കാൻ അയ്യോ. ഈ വണ്ടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ലൈറ്റ് കത്തിക്കാൻ പറഞ്ഞാൽ ഇതിൻ്റെ അടി കണ്ടാൽ നിങ്ങൾ നെട്ടും ഗൈസ്. ഞാൻ കാണിച്ചിടാം. ഈ ലൈറ്റ് കത്തിക്കാൻ പറഞ്ഞാൽ ഇത് എവിടെ നെട്ട് കത്തിക്കാനാ? നോക്കി, ഒരു വയറിൻ്റെ കെട്ടുണ്ട്, പിന്നെ തപ്പി കത്തിക്കണം. അന്തേട്ടാ നാല് കത്തി ഞാൻ ചെല്ലു കേട്ടോ. അല്ലേ അന്തേട്ടാ? അതാണ്. അപ്പോൾ വയറ് നമുക്ക്
ഇവിടെ കത്തിച്ച് ഇപ്പം കാണിച്ചു കേട്ടോ. ഇതൊന്ന് സെറ്റ് ആക്കട്ടെ ഞങ്ങൾ. അപ്പോൾ ഇതാ ഇവിടെ ഉള്ള ലൈറ്റ് ഇപ്പം കത്തിച്ച് കാണിച്ചു. അമ്മത്തേട്ടാ ഒന്ന് കൊടുക്കി കണ്ട സംഭവം കണ്ടോ ഏതാലേ അടിപൊളി ആയിരിക്കുന്നു കേട്ടോ ബാക്ക്. അപ്പോൾ ഇതാണ് നമ്മളിപ്പം കണ്ട ആ ലൈറ്റ് കേട്ടോ. മറ്റേ വസ്തുത എൻ്റെ അനിയൻ അവിടെ ഇങ്ങനെ കത്തിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ ഈ ചെറിയ കുട്ടികളിലൊക്കെ കൊടുത്താൽ സാധനം കത്തി കിട്ടും. അടിപൊളിയാണ് കണ്ടില്ലേ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ചെറിയ മക്കളെടുത്താൽ കത്തു, പിന്നെ സാധനം കൊണ്ട് തിരിച്ചിട്ടില്ല കേട്ടോ. അത്ര ചെറിയ മക്കളെടുത്തല്ല കേട്ടോ ഗൈസ് ഞാൻ പറഞ്ഞേ. അപ്പോൾ ഏതായാലും നമ്മളെ വണ്ടി ഏതായാലും അടിപൊളി കേട്ടോ. ഓക്കെ. പിന്നെ ബാക്കിയുള്ള മോഡലാണ്. പിന്നെ ബോഡി കോഡാണ്. ബോഡി കോഡാണ്. വർക്കിംഗ് ആണ്. ഇപ്പോൾ ചെറിയൊരു അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് മാത്രം കത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. വലിയൊരു അപ്ഡേഷൻ വരും. ഓക്കെ. അപ്പോൾ മച്ചാൻ വരെ നമ്മൾ അമിതായിട്ട് ഉണ്ടാക്കിയ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ലോറിയും ഒരു പ്രൈവറ്റ് ബസ്സും 2 ടൂറിസ്റ്റ് ബസ്സുമാണ് നമ്മൾ അമിതായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ഏതാണെന്ന് അമിതായിട്ടനെ കോൺടാക്ട് ചെയ്തിട്ട് ഇതാണ് നമ്മളെ കോൺടാക്ട് നമ്പർ. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനും അമിതായിട്ടൻ്റെ നമ്പർ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഉണ്ടാക്കിയ വണ്ടികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മളെല്ലാം ഞാൻ വിശദമായിട്ട് കാണിച്ചു തന്നല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി എല്ലായിടത്തേക്ക് എത്തിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ അമിതായിട്ട് നിങ്ങളുടെ വണ്ടിയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക. അപ്പോൾ അമിതായിട്ടുമായിട്ട് കോൺടാക്ട് ചെയ്യുക അല്ലേ അമിതാട്ടാ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഓർഡർ ചെയ്ത് കൊടുക്കുന്നതാണ്. എവിടെയാണെങ്കിലും ചെയ്ത് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കാം. ഓക്കെ. സംഭവം നമ്മൾ വീട്ടിലെത്തിച്ചു തരും അല്ലേ. നമ്മൾ വീട്ടിലെത്തിച്ചു തരും കേട്ടോ. നമ്മൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ വേണ്ടത് വെച്ചാൽ പറയുക. അപ്പോൾ നമ്മൾ അമിതായിട്ടിന് ഒന്ന് നിങ്ങളൊരു അരം കൂട്ടുക. നിങ്ങൾ അരത്തോണ്ടാണല്ലോ നമ്മളിങ്ങനെ കയറി പോവുക അല്ലേ. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സപ്പോർട്ടാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണല്ലോ നമ്മൾ തുടങ്ങുക. അങ്ങനത്തെ ചെറിയ ചെറിയ വണ്ടിയിലാണ് ഉണ്ടാക്കി തുടങ്ങുക. അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലായിടത്തും എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ അമിതായിട്ടിനെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ വീട്ടിലെത്തിച്ചു തരും. വണ്ടി ഉണ്ടാക്കി വീട്ടിലെത്തിച്ചു തരും കേട്ടോ. അപ്പോൾ നമ്മൾ കുറഞ്ഞ വിലക്ക് നമ്മളിങ്ങനെ വണ്ടീൻ്റെ ഒരു കാര്യങ്ങൾ അമിതായിട്ടിന് മട്ടം പോലെ നോക്കിയിട്ട് വിലക്ക് ചെയ്തു തരും കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.